ഹലോ. ഇന്നലത്തെ ഒരു ദിവസേ പറയാനില്ല കേട്ടോ. രാവിലെ മുതൽ രാത്രി വരെ ഒരു ഒഴിവില്ലാതെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ. ഇതിൻ്റെ ഇടയിൽ ഇന്ന് സ്കൂളും ഉണ്ടല്ലോ. അപ്പോൾ രാവിലെ എന്താ ചോറും മോരുകറിയും മുളക് വറുത്തത് മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ചായക്കാണെങ്കിലോ അച്ഛന് ഇഷ്ടമില്ലാത്തൊരു കടിയാണ് ഉണ്ടാക്കിയത്, ദോശയും ചട്നി ഇട്ട്. അത് രണ്ടും അവന് ഇഷ്ടമില്ലാത്തതാണ്. ഞാനാണെങ്കിൽ രാവിലെ മഴ കണ്ടപ്പോൾ ആകെ പ്രാന്തളകി ഇരിക്കുകയായിരുന്നു കേട്ടോ. അച്ഛന് സ്കൂളിൽ കൊണ്ടുവിടുകയും വേണം. അപ്പോഴാണ് ദോശ കണ്ടപ്പോൾ അവൻ്റെ ഒരു ചിറിൽച്ചാട്ടലിട്ട. അതും കൂടി കണ്ടപ്പോൾ എനിക്ക് ആകെ ദേഷ്യം വന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞേ കിട്ടിയത് ഇന്ന് പോവാൻ നോക്കടാന്ന് പറഞ്ഞപ്പോൾ അവൻ പറയണേ ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത സംഭവം എങ്ങനെ തിന്നിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് രണ്ട് വർത്താനൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വണ്ടിയുമ്പോൾ പോകുമ്പോൾ സ്കൂളിൽ എത്തണ വരെ ഞാൻ അവനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ. ഇതും തിന്നാൻ കിട്ടാതിരിക്കണം, അപ്പോഴേ നിങ്ങൾ നന്നാവുള്ളൂ എന്നൊക്കെ പറയായിരുന്നേ. തിരിച്ചു വന്നപ്പോഴേക്കും കോട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ആകെ നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേഗം ചായയൊക്കെ കുടിച്ചു. പിന്നെ അകത്തുള്ള പരിപാടികളായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളന്ന് സാരി വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് സാരിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ താഴത്തേക്ക് ഇറക്കം വേണം. എന്നാൽ കുറേ പ്രാവശ്യം കോണി ഇറങ്ങി കയറാനും മടിയുണ്ടായിരുന്നു. അപ്പം മുകളിൽ നിന്ന് തന്നെ താഴത്തെ സോഫയിലേക്ക് സാരി അങ്ങനെ ഇടുകയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എടുത്ത് വെച്ചാൽ മതിയല്ലോ. പിന്നെ എടുക്കാത്ത സാരികളൊക്കെ അവിടെ തന്നെ ഒരു ബാഗിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ ബെഡൊക്കെ ഒന്ന് വിരിച്ചിട്ടു. പിന്നെ വാർപ്പിന്റെ മുകളിൽ ചവറൊക്കെ കെട്ടി നിന്നിട്ട് വെള്ളമൊന്നും താഴത്തേക്ക് പോവാതെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ വെള്ളം നിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തുറന്ന് ഇട്ടു. ആ പണികളൊക്കെ കഴിയുമ്പോഴേക്കും പിന്നെ അച്ചുട്ടി വരാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും നല്ല മഴയായിരുന്നേ. പിന്നെ അവനെ വിളിക്കാൻ പോയപ്പോൾ 2 ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നല്ല വിശപ്പോട് കൂടിയിട്ടാണ് വരിക കേട്ടോ. എന്താ തിന്നാനുള്ളത് എന്ന് ചോദിച്ചിട്ടാണ് വരിക. ഇന്നാണെങ്കിലോ പ്രത്യേകിച്ച് കഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതാണ്ട് കണ്ടപ്പോൾ അവൻ ഹാപ്പിയായി.